നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് കുറെ നേരമായിട്ട് ഭയങ്കര കരച്ചില്. എന്ത് ചെയ്തിട്ടും കരച്ചില് നിർത്തുന്നില്ല. അങ്ങനെ ഇപ്പൊ മീരടുത്ത് ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കാം. അപ്പൊ ഞാൻ കരുതിയതുപോലെ തന്നെയാ കാര്യങ്ങൾ. നിന്നെ പറ്റിച്ച് മോളെ അർച്ചനയുടെ അടുത്തേക്ക് കൊണ്ടുപോയതാ മീര. ശിവേട്ടാ, ശിവന് എന്താ പറ്റിയ? എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞോ. ഞാൻ അതിന് പരിഹാരം കാണാം. അത് മാഡം, ഞാൻ എന്താ തന്നോട് പറഞ്ഞത്? ആ കുട്ടിയെ ഇല്ലാതാക്കാൻ. അതിനു പകരം താൻ എന്താ ചെയ്തേ? തന്റെ പിടിപ്പീടെ ഉണ്ട് തന്റെ ഭാര്യ മരിച്ചതിന് താനെന്തിനാ എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ട് വെക്കുന്നേ? ശിവേട്ടാ, എന്ത് പ്രശ്നമായാലും ശിവേണ്ണത് എന്നോട് പറയാ. ഒന്നുമില്ല. ശിവേണ്ണ എന്താ പറ്റിയെന്ന് അറിയില്ല സച്ചേട്ടാ. എന്തോ ഭ്രാന്തമായ അവസ്ഥയല്ല ശിവേണ്ണിപ്പോ. എനിക്ക് തോന്നുന്നത് ഇന്ദു ചേച്ചിയുടെ മരണം ശിവേണ്ണ വല്ലാതെ തകർത്തിട്ടുണ്ടാവുന്ന. ഇന്ദു ചേച്ചി എന്തിനാ സൂയിസൈഡ് ചെയ്തെന്ന് പുള്ളി പറഞ്ഞോ? ഇല്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയില ചേട്ടനുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. എന്റെ പേടി അതല്ല, ആ കുഞ്ഞിനെ ഓർത്താ. ശിവേണ്ണ ഇങ്ങനെയായ ആരാ കുഞ്ഞിനെ നോക്കുന്നേ? ഞാൻ നോക്കിക്കൊള്ളാന്നു പറഞ്ഞിട്ട് അത് സമ്മതിച്ചുമില്ല. ചുരുക്കി പറഞ്ഞ അത് അവരുടെ കുടുംബകാരിയാ. നമ്മൾ തലയിടാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ ആ കുഞ്ഞിനെ ഓർത്ത് താൻ വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കതിലൊന്നും ചെയ്യാനില്ല. അയാളുടെ ജീവിതം, അയാളുടെ കുഞ്ഞ്, അയാളുടെ കുടുംബം. അതൊക്കെ അറിയാം. എങ്കിലും ആ കുഞ്ഞിന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇന്ദു ചേച്ചിയുടെ മരണത്തോടെ ശിവേട്ടൻ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാ. അത്രയും സ്നേഹിക്കുന്ന ഒരാള് വിട്ടുപോകുമ്പോ തകർന്ന് തരിപ്പണമാവും. അതിന് മരിക്കണമെന്നൊന്നുമില്ല. സ്വയമേ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാലും അങ്ങനെ തന്നെയാ. മരണത്തിന്റെ വേർപാട് വല്ലപ്പോഴും വന്ന് വേട്ടയാടുമ്പോ ബന്ധത്തിൽ നിന്നുള്ള വേർപാട് എപ്പോഴും നീറി ഇങ്ങനെ കിടക്കും. ശിവേട്ടൻ ഇന്ദു ചേച്ചിയെ അത്ര ഇഷ്ടമായിരുന്നിരിക്കണം. അതാ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. കൂടെ കുഞ്ഞുണ്ടായിട്ടും ഭാര്യ പോയപ്പോ അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതായിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെക്കാളും ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. 6 മാസങ്ങൾക്ക് ശേഷം എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആവും. ഇതിനേക്കാളും മോശമാവുന്നെങ്കിലേ ഉള്ളൂ. അർച്ചനെ, അർച്ചനെ, എന്താ അടുത്തി? മാലുമോള് വല്ലാതെ കരയുന്നു. അവക്ക് ശ്വാസം മുട്ടുന്നു തോന്നുന്നത്. നീ വേഗം മരുന്നെടുത്തിട്ട് വാ. ആ, എടുത്ത് കുഞ്ഞിനെ അടുക്കളയിലേക്ക് കൊണ്ടുവാ. ഞാൻ ദേ വരുന്നു. കരയല്ലേ മോളെ. കരയല്ലേ കരയല്ലേ കരയല്ലേ. സന്ദീപേ, മോള് കരച്ചിൽ നിർത്തുന്നില്ല. വേഗം ഡോക്ടറിനെ ഒന്നുകൊണ്ട് കാണിക്കാം നമുക്ക്. ആദ്യം നീ മോളെ ഇങ്ങതാ.
ഹോസ്പിറ്റലിൽ പിന്നീട് പോവാം. തൽക്കാലം മരുന്ന് കൊടുക്കാം. അപ്പോഴേക്കും മോള് കരച്ചിൽ നിർത്തും. അതിന് മരുന്നെവിടെ? ഹാ, അതൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം മോളെ ഇങ്ങതാ. ശ്രദ്ധിച്ച്. ഇങ്ങെടുക്ക്. ഞാൻ വേഗം പോയി മരുന്ന് കൊടുത്തിട്ട് കൊണ്ടുവരാം. ആ, ഓ ഓ ഓ ഓ ഓ. ഓ ഓ, ഓ, കരയില്ലേ കരയില്ലേ. പൊട്ട് പൊട്ട് പൊട്ട്. ഓ ഓ. വേണ്ട വേണ്ട വേണ്ട. ദാ, ഓ ഓ ഓ ഓ. നോക്കിയേ മോളെ. മരുന്ന് കുടിക്കണ്ടേ? എടുത്തി ഇങ്ങതാ. ബാ ബാ ബാ. ഓ ഓ കരയില്ലേ കരയില്ലേ കരയില്ലേ. ഓ ഓ ഓ കരയില്ലേ. ഓ ഓ ഓ. നീ എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല ഏട്ടത്തി. എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? അത് മോള് കുറെ നേരമായിട്ട് ഭയങ്കര കരച്ചില്. എന്ത് ചെയ്തിട്ടും കരച്ചില് നിർത്തുന്നില്ല. അങ്ങനെ ഇപ്പൊ മീരടുത്ത് ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക. ആ ഹ. അപ്പൊ ഞാൻ കരുതിയതുപോലെ തന്നെയാ കാര്യങ്ങൾ. നിന്നെ പറ്റിച്ച് മോളെ അർച്ചനയുടെ അടുത്തേക്ക് കൊണ്ടുപോയതാ മീര. ആ. സംശയം ഉണ്ടെങ്കിൽ നീ താഴെ പോയി നോക്ക്. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.